ഇന്ന് എന്താകുന്നുള്ളത് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോവുക. ഇതാ ചിക്കനൊക്കെ എടുത്തിങ്ങനെ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, ഒരു ബിരിയാണി ഉണ്ടാക്കാനാണ് പോകണം. ആദ്യമായിട്ട് തന്നെ ചോറൊക്കെ ഉണ്ടാക്കിക്കണം, ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഇതാ ഇതെടുത്തിട്ടൊന്ന് വെള്ളത്തിലിടണം. ഇന്ന് എന്തായാലും കുക്കിംഗ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആദ്യമായിട്ട്. ഓക്കെ, നമ്മളെന്തായാലും അപ്പോൾ രണ്ട് ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിടണമെന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അഥവാ ഇനിയിപ്പോൾ ബിരിയാണി പാളിപ്പോയി കഴിഞ്ഞാൽ ഒരു ചിക്കൻ എടുത്തിട്ട് കറി വെക്കുക, ഒരു ചിക്കൻ ബിരിയാണിക്കും. അതാണിപ്പോൾ നടത്തുന്നത്. ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി. ഓപ്ഷൻ എ പാളിപ്പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിലേക്ക്. അതാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത് രാവിലെ എണീറ്റ് ഇപ്പം തന്നെ ചെയ്യാൻ തുടങ്ങി. അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ വഴി നോക്കണമല്ലോ. ബാക്കി ഓരോന്നോരോന്ന് നോക്കട്ടെ. എന്തായാലും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊടി കാര്യങ്ങൾ. ഇനിയിപ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളൂ. ചിക്കൻ ഇപ്പം ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോയിട്ട് കട്ട് ചെയ്യാം. ഇതൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. ഇതങ്ങോട്ട് പോരും. ഇങ്ങനൊക്കെ തന്നെ അല്ലേ പഠിക്കല്ലേ. കുക്കിങ്ങിനെ പറ്റിയിട്ട് ABCD അറിയാത്തതുകൊണ്ട് നമ്മൾ ആദ്യം എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പൊടി ഐറ്റംസൊക്കെ റെഡിയാക്കി കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കനും കട്ട് ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കി വെക്കാമല്ലോ. ഓരോന്നിനായിട്ട് ഓടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ റൈസ് കുക്കറൊക്കെ ഓണാക്കി അതിനുശേഷം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടതിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടു. അതിനുശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് 2 മിനിറ്റോളം നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് റൈസ് കുക്കർ. 2 മിനിറ്റ് കഴിഞ്ഞാൽ അതങ്ങോട്ട് തുറക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് 3 പാടെ ചതച്ചത് അയക്കങ്ങോട്ട് ചേർക്കുക. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടെന്ന് പറഞ്ഞു, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണം അതങ്ങോട്ട് മാറുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ തക്കാളിയാണ്. തക്കാളി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നൈസായിട്ട് അതൊന്ന് മിക്സ് ആക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിനി അത് 2 മിനിറ്റോളം അടച്ച് വെക്കാം. 2-3 മിനിറ്റ് അതൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് ഇങ്ങനെ ഈ സ്റ്റൈലിൽ നിങ്ങളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണമല്ല. നമുക്കിങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്ന സംഭവമല്ല. ഇത് ഞാൻ പഠിക്കുകയാണ്. ഇത് സംഭവം ഞാൻ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ല ഒരു ബിരിയാണി. അതുകൊണ്ട് യൂട്യൂബിൽ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നത് എന്ന് തന്നെ ഉള്ളൂ. അങ്ങനെ തക്കാളിയൊക്കെ നമ്മളൊന്ന് സാറായിട്ട് വന്നിടുമ്പോൾ 3 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്നിട്ട് ആവശ്യമുള്ള കറി മസാല പൗഡർ, ചിക്കൻ മസാല, എല്ലാവിധ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടേ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കണം. അരിഞ്ഞ് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർക്കുക. നന്നായി മിക്സാക്കി കൊടുക്കുക. എത്രത്തോളം മിക്സാക്കാൻ പറ്റുമോ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഒന്ന് തുറക്കുക, ഒന്ന് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കണക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് എങ്കിൽ 4 ഗ്ലാസ് വെള്ളം. മനസ്സിലായല്ലേ? അതായിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടിയും പറയാം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അങ്ങനെ കണക്കിനനുസരിച്ചിട്ടുള്ള അരി വെള്ളമൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കില്ല, അതിലൊക്കെ തന്നെ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കും വേണം. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവസാന ഘട്ടം. അതിൻ്റെ മേലെ നമ്മൾ മല്ലിയില വിതറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കഷ്ണം മറ്റേ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, മാഗി ചിക്കൻ സ്റ്റോക്ക്, അതാണ് അതിൻ്റെ പേര്. അതും ഇട്ടിട്ട് എന്താക്കി നമ്മളൊന്ന് ഇളക്കിയിട്ട് അതങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പൊലിവ് ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ഒന്ന് തംസപ്പൊക്കെ ഇട്ട്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് നമ്മൾ ഉണ്ടാക്കിയത് അവിടെ അടുത്തെത്തി. ഇതുണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്. ഇനി ഇതാ ചോറൊന്ന് തുറന്ന് നോക്കാം. ഓഫ് മാഷാ അല്ലാ, കളറൊക്കെ കറക്റ്റ് ഒരു ഇതുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം, അടി പിടിച്ചിക്കണോ എന്താ അവസ്ഥ എന്നുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അടിക്ക് കുക്ക്, ഇത് കുക്കും ഇത് വാങ്ങും.
കണ്ട സംഭവം സെറ്റായിക്കണേ. നമുക്കിത് തന്നെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് സെറ്റാക്കാം. തുറക്കുമ്പോഴത്തേനും ഇതാ ബക്കർ വന്നിട്ടുണ്ട്. تعال تعال شوفها. هذا مش اللي اسوي قبل ما اسوي. لا انا اذا ما كان فيه مرق ابي اسوي. شوف والله ما ادري. لازم زي خلي لا لازم يبيهرق. لازم ها لا يمسك. امسك شوف تاج اسود حار هذا عادي. هذا لازم فيه ما انت حطيتها واجد ولا شوي نفسه ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ട്. ആശുനോ ايوه كثر هذا يجي ايه ما انا ما انت يلا كب بمروه ولا غير لا يجي هو وجود ذاك ايه يلا كب جوالك هذا لا زي هذا المشكله لا هذا شيء لا ماكو هذا خله شنو هذه مشكله هذه സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്ലാൻ എ ഓക്കെ ആയതുകൊണ്ട് സംഭവം വിജയിച്ചത് കൊണ്ട് നമ്മൾക്ക് ഇനി പ്ലാൻ ബി രാത്രിക്കൊക്കെ കറിയാക്കാം. അപ്പോൾ നമ്മൾ പ്ലാൻ എയിൽ നമ്മൾ 5 ആൾക്കുള്ള ബിരിയാണി സെറ്റായിട്ടുണ്ട്. ബിരിയാണി കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചെന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഓക്കെയാണ്. എരിവ് പുളിവ് എല്ലാ സംഭവം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. 15 بكر شو كيف اكل؟ يا هلا بروفيشنال فود